ടാക്കിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ടവേഴ്സ് ഓഫ് ഹനോയ് പ്രോബ്ലം എന്ന് പറയുന്നത്. ടവേഴ്സ് ഓഫ് ഹനോയ് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത്? റൂൾ നമ്പർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി 1 ഡിസ്ക് ക്യാൻ ബി മൂവ്ഡ് അറ്റ് എ ടൈം. അറ്റ് എ ടൈമിൽ ഒരു ഡിസ്ക് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കാണ് ഓരോ ഡിസ്കും മൂവ് ചെയ്യേണ്ടത്. ഒരു സമയത്ത് ഒരു ഡിസ്ക് മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ റൂൾ എന്താണ്? ലോങ്ങർ ഡിസ്ക് ക്യാൻ ബി പ്ലേസ്ഡ് ഓൺ ദി ടോപ്പ് ഓഫ് ലോങ്ങർ ഡിസ്ക് കനോട്ട് ബി പ്ലേസ്ഡ് ഓൺ ദി ടോപ്പ് ഓഫ് ദി സ്മോളർ ഡിസ്ക്. അതായത് സ്മോളർ ഡിസ്കിൻ്റെ മുകളിൽ ഒരിക്കലും ലോങ്ങർ ഡിസ്ക് പ്ലേസ് ചെയ്യാൻ പാടില്ല. വി ക്യാൻ ഫിക്സ് ഓക്സിലറി ടവർ ഫോർ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡിസ്ക്. ഓക്സിലറി സ്റ്റോറേജിൽ നമുക്ക് ഓക്സിലറി ടവറിൽ ടെമ്പററി സ്റ്റോറേജ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് മൂവ്മെൻറ്റ് നടത്തി സോഴ്സിൽ നിന്ന് ഇതെല്ലാം ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യണം. ടവേഴ്സ് ഓഫ് ഹനോയുടെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഏറ്റവും സ്മോളർ ഡിസ്ക് എവിടെ എടുത്തു? സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് മാറി. സ്റ്റെപ്പ് 2 സോഴ്സിൽ നിന്ന് സെക്കൻഡ് ഡിസ്കിന് ഓക്സിലറിയിലേക്ക് മൂവ് ചെയ്തു. ദെൻ തേർഡ് മൂവിൽ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ നിന്ന് ഓക്സിലറിയിലേക്ക് മാറ്റി സ്മോൾ ഡിസ്കിന്. സ്റ്റെപ്പ് 4 സോഴ്സിൽ നിന്ന് ഏറ്റവും വലിയ ഡിസ്കിനെ എന്തിലേക്ക് മാറ്റി? ഡെസ്റ്റിനേഷനിലേക്ക് മാറ്റി. സ്റ്റെപ്പ് 5 ഓക്സിലറി ടവറിൽ നിന്ന് സോഴ്സ് ഡിസ്കിലേക്ക് ഏറ്റവും സ്മോളിനെ മാറ്റി. ദെൻ സ്റ്റെപ്പ് 6 ഓക്സിലറിയിലുണ്ടായിരുന്ന സെക്കൻഡ് ഡിസ്കിനെ ഡെസ്റ്റിനേഷനിലേക്ക് മാറ്റി. സ്റ്റെപ്പ് 7 നമ്മൾ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് സ്മോളർ ഡിസ്കിനെ മാറ്റി. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് n ഡിസ്ക് ഉണ്ടെങ്കിൽ 2n-1 സ്റ്റെപ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നമുക്ക് 3 ഡിസ്ക് ഉണ്ടെങ്കിൽ 2⁻³ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും, സ്റ്റെപ്സ് ഉണ്ടാവും. അതായത് 7 സ്റ്റെപ്പ് ഉണ്ടാവും. അപ്പോൾ 4 ഡിസ്ക് ആണെങ്കിലോ 2⁻4-1 ദാറ്റ് ഈസ് 16-1. 5 ഡിസ്ക് എത്രയാണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. സ്റ്റെപ്സ് എല്ലാം നമ്മൾ ഒന്ന് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ, സെക്കൻഡ് സ്റ്റെപ്പിൽ സോഴ്സ് ടു ഓക്സിലറി, തേർഡ് സ്റ്റെപ്പിൽ ഡെസ്റ്റിനേഷൻ ടു ഓക്സിലറി,